എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. ആയിരക്കണക്കിന് ടെലിഫോണുകൾ, ആയിരക്കണക്കിന് ഇമെയിലുകൾ. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഭയങ്കരമാണ്. നിങ്ങളൊരു സാധാരണ ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്നോ അതോ ഒരു അത്ഭുതകരമായി ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷ കാണുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തോട് വർഷങ്ങൾ തടസ്സം ചെയ്ത പൈശാചിക ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറിത്തരാൻ പോകും. നിങ്ങളുടെ റൂട്ട് ഇന്നത്തെ ശുശ്രൂഷ തെളിയിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ വചനത്തിലേക്ക് വരാം. യെശയ്യാ ചാപ്റ്റർ 41 വേഴ്സ് 10, 41 അധ്യായം 10 വചനം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. മൂന്നാമത്തെ കാര്യം, ഞാൻ നിന്നെ താങ്ങും. 1 നിന്നെ ശക്തീകരിക്കും, 2 നിന്നെ സഹായിക്കും, 3 നിന്നെ കർത്താവ് താങ്ങും. ഉറപ്പുണ്ടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് കർത്താവ് പറയുന്നു 3 കാര്യങ്ങൾ ഇന്നിവിടെ നടക്കും. 1, ചിലരെ കർത്താവ് ശക്തീകരിക്കും. 2, കർത്താവിന് ചിലരെ കർത്താവ് സഹായിക്കും. 3, കർത്താവ് ചിലരെ താങ്ങും. ഹല്ലേലൂയ. 3 കാര്യം പ്രസംഗിക്കുമ്പോൾ യോഗം തീരും. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനത്തിലെ വളരെ ശക്തമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ലോകത്തില് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ഭയപ്പെടേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ആകെ പറ്റുന്നേ എൻ്റെ ദൈവത്തിന് മാത്രമാണ്. 365 ദിവസമുണ്ടെങ്കിൽ 365-ലധികം പ്രാവശ്യം വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറയുക. എന്നാൽ ജനുവരി 1 ഭയം വന്നാൽ നീ പറയണം ഭയപ്പെടേണ്ട എന്ന് ജനുവരി 1 പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 5 ഭയപ്പെടാൻ വിഷയം വന്നാൽ നീ പറയണം ഡിസംബർ 5 കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ ഭയപ്പെടേണ്ട എന്ന് പറ. ഹല്ലേലൂയ. നിങ്ങള് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പം ഞാനൊരു സന്ദേശം പറയാം. ഒരു മനുഷ്യന്റെ ഒട്ടുമുക്കാൽ പ്രശ്നത്തിന് കാരണം ആരോടും പറയാതെ അവന്റെ ഹൃദയത്തിൽ ഉരുവാകുന്ന ഭയമാണ്. നാളെ എന്താകുമെന്നുള്ള ഭയം, ഭാവി എന്താകുമെന്നുള്ള ഭയം. ചിലർക്ക് എന്തിനാ കൂടുതൽ പറയേണ്ട, ഒരു ടെലിഫോൺ ബെല്ലടിച്ചാൽ വരെ ഭയമാണ്. വേദപുസ്തകത്തിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം, ഭയം ഒരു വലിയ പൈശാചികത്വമാണ്. രക്ഷിക്കപ്പെട്ട ദൈവപൈതനെ സംബന്ധിച്ച് അവൻ ഒന്നിനും ഭയപ്പെടണ്ട. കാരണം ഒരാൾ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞേക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ക്രിസ്തീയ ജീവിതം ഭയങ്കര സിമ്പിളാ. ആ സിമ്പിൾ ആകുന്നത് എങ്ങനെയാണെന്നറിയാം? യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ. ആമേൻ. ഞാൻ കർത്താവിന്റെ സ്തോത്രം. യേശുവിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും യേശു നിന്നോട് ചേർന്ന് നടക്കുകയാ. എന്നോട് കർത്താവ് പറഞ്ഞ് നീ മെസ്സേജ് പറയുമ്പോൾ ഒരു കാര്യം പറയണം. ചില മനസ്സിനകത്ത് വർഷങ്ങൾ കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന ഭയത്തിന്റെ ദുരാത്മാവ് ഇന്ന് ചില ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോകയാ എന്ന് പറഞ്ഞാൽ വൻകാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില ആൾക്കാർക്ക് ഒരു ചെറിയ നെഞ്ചിന് വേന വന്നാൽ മതി അവരപ്പം ചിന്തിക്കുന്ന ഹാർട്ട് അറ്റാക്ക് ആണെന്നാ. എന്താ? ഭയം. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, നാളെ എന്താകുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. നിന്റെ സന്തതി എന്താകുമെന്ന് പേടിക്കണ്ട. കൂടെ വരാമെന്ന് വാക്ക് പറഞ്ഞവൻ അവൻ നിന്റെ കൂടെയുണ്ട്. യേശു കൂടെയുള്ള പ്രയോജനം അറിയാമോ? കർത്താവിന്റെ സ്തോത്രം. യേശു കൂടെയുള്ള പ്രയോജനം അറിയാമോ? നീ തീയിൽ കൂടെ നടക്കേണ്ടി വന്നാലും നീ വേഗത്തില്ല. തീ കൂടെ നടക്കത്തില്ലെന്നല്ല വേദപുസ്തകം പറയുന്നത്. ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും യോസഫ് എവിടെ പോയി? കാരാഗ്രഹത്തിൽ പോയി. അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ പ്രശ്നത്തിനകത്ത് നിന്ന് അത്ഭുത
അത്ഭുതകരമായി അവൻ വിടുവിക്കപ്പെടും. ഉറപ്പുണ്ടേ? ഹല്ലേലൂയ പറ. ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ആ പ്രശ്നം അവരെ തകർക്കത്തില്ല. വിചാരിക്കാത്ത ലെവലിലേക്ക് ആ പ്രശ്നത്തിന്റെ വിടുതൽ അവരെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ യേശു കൂടെയുള്ളതിലെ പ്രത്യേകത. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭയത്തെ ഇന്ന് ശാസിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. ചിലർക്ക് പേടി മരണഭയമാ. കർത്താവിന് സ്തോത്രം. നിങ്ങൾ മരിക്കത്തില്ലെന്ന് വിശ്വസിച്ചേ. ആമേൻ. നിങ്ങൾക്ക് നല്ല ദീർഘായുസ്സ് ദൈവം തരും. സകല മരണഭയങ്ങളും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു വിടട്ടെ. ഈ 91 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, രാത്രിയിലെ ഭയം. രാത്രിയിലെ 91 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ച Psalms 91:5. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വാക്യം, ഞാനും പറയാം. രാത്രിയിലെ ഭയത്തെയും വായിച്ച് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെയും നിനക്ക് പേടിക്കാനില്ല. ഇതൊന്നും ഭൂമിയിൽ ഇല്ലെന്നല്ല, ഇതെല്ലാം ഭൂമിയിലുണ്ട്. പക്ഷേ ഇതിനെ ഒന്നും നീ പേടിക്കണ്ട. അതിന്റെ കാര്യം പറയാം. നീ നിൽക്കുകയല്ല, കർത്താവ് നിന്നെ നിർത്തിയിരിക്കുക. ഉറപ്പുണ്ട്? ആമീൻ പറഞ്ഞണം. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിലൊരു വാക്യമുണ്ട്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ള ക്രിസ്തു. ഓ ജീസസ്. JCB കൊണ്ടെന്ന് എടുത്താ പൊങ്ങാത്ത വാക്യവാ. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ ഇച്ചിരി കയറി പറയാ, കുഞ്ഞെ നീ തിരുവല്ല നിൽക്കുകയല്ല, ഒരദൃശ്യമേറിയ കൈ നിന്നെ നിർത്തിയിരിക്കുക. ഉറപ്പുള്ളവരെ ആമയും പറയാവൂ. ഉറപ്പുള്ളവരെ ആമയും പറയാവൂ എന്ന് പറഞ്ഞ ഇച്ചിരുടെ കയറി പറയാം. തിരുവല്ലായിൽ എല്ലാവർക്കും പേടി സ്വപ്നമായ ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ കോഴഞ്ചേരിക്കാരനാ. ഞാൻ തിരുവല്ല വന്നപ്പോൾ തിരുവല്ലക്കാരെല്ലാം കൂടെ എന്നെ ഓടിച്ചു പോക്കോളാൻ പറഞ്ഞു കോഴഞ്ചേരി. ഉടനെ ഈ നാടിന് പേടി സ്വപ്നമായ പുള്ളി പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളിവിടെ നിന്നോ, ആരും നിങ്ങളെ ഓടിക്കുകയില്ല. സ്തോത്രം. ഇനി ഒരു കാര്യം, ഇനി എന്നെ ആരെയും ഓടിച്ചാൽ, സ്തോത്രം, ചോദിക്കുന്നത് ഞാനല്ല, നിന്നോളാൻ പറഞ്ഞവനാ. ഒരു ഹല്ലേലൂയ പറയണം. നിന്റെ മിടുക്ക് കൊണ്ട് നീ പട്ടണത്തിൽ നിൽക്കുകയല്ല, ഒരാൾ നിന്നെ നിർത്തിയിരിക്കുക. നിൽക്കുന്നവൻ ശക്തിയില്ലാത്തവൻ, അതിന് നിർത്തിയവൻ സർവശക്തനാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, ഭയത്തിന്റെ ശക്തികളെ ജയിക്കാൻ ഇന്നിവിടെ ആരാധിക്കുന്ന ജനത്തിന് കർത്താവ് കൃപ തരാൻ പോകുകയാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഭയം മാനസിക നിലയെ താളം തെറ്റിക്കും. പക്ഷെ വേദപുസ്തകം പറയുക, യേശുവിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ സാഹചര്യങ്ങളെ പേടിക്കണ്ട, പ്രശ്നങ്ങളെ പേടിക്കണ്ട. ഭയത്തിന്മേൽ ജയം തരുന്നവൻ കർത്താവത്രേ. എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിക്കുന്ന, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ അവൻ വിടുവിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒന്നുകൂടെ പറയാം. മരണത്തിന്റെ, വായിച്ച മാമേ ആ വാക്യം, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ആരുടെ മരണത്താൽ? ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ നീക്കി. ഒരു ഹല്ലേലൂയ പറയണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ കൊലോസ്യരെഴുതി പൗലോസ് ചെയ്തത്, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്റെ മുകളിൽ അവൻ ജയോത്സവം കൊണ്ടാടി അവനെ അവൻ പരസ്യ കാഴ്ചയായി നിർത്തി. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക കുഞ്ഞെ, ഇന്നുവരെ വെളിപ്പെടാത്തത് നടന്നത് കാൽവറിയില്ല. കാൽവറി എന്ന് പറയുമ്പോൾ കരയുകയല്ല, കാൽവറി എന്ന് പറയുമ്പോൾ ആഘോഷിക്കണം. ഉറപ്പുണ്ടേ ആമീ പറഞ്ഞാട്ട്. കാൽവറി നടന്ന 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമുക്ക് രക്ഷകനെ കിട്ടി, അതായത് രക്ഷിക്കപ്പെടാനുള്ള വഴി കിട്ടി. 2, കാൽവറി കൊണ്ട് ക്രിസ്തു ഒഴുക്കിയ രക്തം കൊണ്ട് പാപപരിഹാരം കിട്ടി. 3-ാമത്തെ കാര്യം, നമുക്ക് നിത്യജീവൻ കിട്ടി. 4-ാമത്തെ കാര്യം, കൃപയാൽ രക്ഷിക്കപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ പറ്റി. വിശ്വാസത്താൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റി. കൃപയിൽ നിൽക്കാൻ പറ്റി. ഇതെല്ലാം കാൽവറിയിൽ നടന്ന കാര്യങ്ങളാണ്. ഉറപ്പോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ക്രൂശിനെ കരയാനുള്ളതല്ല, ക്രൂശ് നമ്മുടെ ജയത്തിന്റെ വഴിയാ. അതുകൊണ്ടാ പറഞ്ഞ, നിങ്ങൾ തന്നെത്താൻ ത്യജിച്ചെന്റെ ക്രൂശ് എടുക്കണമെന്ന്. ഈ ക്രൂശ് ജയമാഘോഷിക്കുന്ന ക്രൂശാ.
ഒരു ഹല്ലേലൂയ പറയണം. അപ്പൊ ശ്രദ്ധിക്കണമേ, അടുത്തിരിക്കുന്ന ആൾ തൊട്ട് പറ, ഇന്ന് ഭയത്തിന്മേൽ വിടുതലാന്ന് പറ. ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ള യേശുവിലേക്ക് ചേരുക. യേശുവിനെ മുൻനിർത്തി പോയാൽ സാഹചര്യങ്ങളെ നീ പേടിക്കേണ്ടി വരത്തില്ല, പ്രതിസന്ധിയെ നീ പേടിക്കേണ്ടി വരത്തില്ല, പോരാട്ടത്തെ നീ പേടിക്കേണ്ടി വരത്തില്ല. കർത്താവ് നിനക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ പോവാ. ഇവിടെ വേദപുസ്തകം പറയുന്നവിടെ ഈ 1 യോഹന്നാന്റെ പുസ്തകത്തിൽ യോഹന്നാൻ ലേഖനം എഴുതുമ്പം നമുക്കെല്ലാം അറിയാവുന്നൊരു വാക്യമാണ്. 1 യോഹന്നാന്റെ പുസ്തകം എടുത്തേ, 1 John chapter 4 verse 18. 1 യോഹന്നാൻ 4:18. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഭയമില്ല, സ്നേഹത്തിന് ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ. ഭയത്തിന് എന്താ ഉണ്ട്? ഒരു കാര്യവുമില്ലാതെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നെഞ്ചത്ത് ചെണ്ടമേളം നടത്തുന്ന എത്രയോ പേരുണ്ട്. ഉറക്കം വരുന്നില്ല, എന്താ? ഭയം. ചോറ് വേണോ? വേണ്ട, ഭയം. നാളെ രാവിലെ തിരുവല്ല വരെ പോകുന്ന 3-4 ചുരിദാർ എടുക്കാൻ പോകുന്നില്ല, എന്താ? ഭയം. പ്രൈസ് ഗോഡ്. ബാങ്കിൽ 5 ലക്ഷം രൂപ ഉണ്ട്, എന്നാലും ഭയവാ. ആമേൻ. മുറ്റത്ത് ഇന്നോവ കാറ് കിടപ്പുണ്ട്, എന്നാലും ഭയവാ. കുഞ്ഞെ, ഭയത്തെ ജയിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ സ്നേഹിക്കാൻ പഠിക്കും.